ഓ ഓ രാഹുലേട്ടോ ഓ ഭായിട്ട് സമയമില്ല റെഡിയാവും. അത് എടുത്ത് വെച്ചോളാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആകെ ഇതായി പോവും. എന്താ കാര്യങ്ങളൊക്കെ? എടാ നിങ്ങൾ പറഞ്ഞ പോലെ ഇതാ ടേബിൾ റെഡി ആക്കിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ റെഡിയാണ്. സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. നീ പറഞ്ഞില്ലേ കെട്ടിയിരിക്കാൻ? ഓക്കെ അല്ലേ? നല്ല ചേർച്ചുണ്ട്. രാഹുൽ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ നടക്കോ? അയ്യേ, ഈ സെക്കൻഡ് ഹാൻഡ് ഷാജി എത്ര എണ്ണം ചെയ്തു കൊടുത്തിട്ടുള്ളതാ. പിന്നെ ചേച്ചി ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സെക്കൻഡ് ഹാൻഡ് മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തായാലും നിങ്ങൾ വീട് മാറുന്നു, ഈ ഒരു 6 മാസത്തിനുള്ളിൽ എത്രാമത്തെ വീടാ മാറുന്നത്? 3 മാറിയടേ. 3 മാറിയാ? എത്രയൊക്കെ സാധനം നിങ്ങൾ വീട് മാറുമ്പോൾ വേസ്റ്റ് ആയിട്ട് കളയുന്നു. ആ സത്യം, കാരണം ഓരോ സമയത്തും ഓരോന്നും കളഞ്ഞിട്ടങ്ങ് പോവാ. നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിലുള്ള നിങ്ങൾ യൂസ് ചെയ്ത സാധനം സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീക്ക്നെസ് ആണ്. അവനെ സെക്കൻഡ് ഹാൻഡ് ഷാജി എന്നല്ലേ വിളിക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് ഷാജി, നമ്മളെ ചാനലിന്റെ പേര് എങ്ങനെ സെക്കൻഡ് ഹാൻഡ് TV ഇതൊക്കെ ഇട്ടേക്കുന്നത്. എന്റെ അമ്മയുടെ 2ാമത്തെ മോനല്ലേ ഞാൻ. സെക്കൻഡ് ഈ വാച്ച് സെക്കൻഡ്, ഈ മൊബൈല് സെക്കൻഡ്, ഈ ഷർട്ട്, ഈ പാന്റ്, ഇതെല്ലാം സെക്കൻഡ്. മൊത്തത്തിൽ സെക്കൻഡ് ഹാൻഡ് ആണ്. ആരെങ്കിലും ഒന്നാമത് കൊടുത്താലും വേണമെന്ന് വെച്ചാൽ അതെ അതെ, എനിക്ക് ഫ്രഷ് വളരെ മൊത്തം സെക്കൻഡ് ഹാൻഡ് ഭയങ്കര മാർക്കറ്റ് ആണ്. അതുകൊണ്ട് അപ്പൊ എന്നാ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിപ്പോ നമ്മള് നിങ്ങൾ ഈ നമ്മുടെ ടെലിബ്രാൻഡ് ഷോ കണ്ടിട്ടില്ലേ? അതിന്റെ വേറൊരു സ്റ്റൈൽ അങ്ങ് പിടിച്ചാൽ മതി. ഇപ്പൊ ഞാനൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറയാം. പ്രോഡക്റ്റ് ഏതാണ്? പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് അതിന് ഉപയോഗിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ അവസ്ഥകൾ എങ്ങനെയാണ്, അതിനെ കുറിച്ച് ആൾക്കാരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോള് വരും, നമ്മൾ ഓർഡർ കൊടുക്കും, നമ്മൾ അതിനൊരു മിതമായ ഒരു വില പറയും, അവർക്ക് ഇഷ്ടപ്പെട്ടത് ഓക്കെ അടിക്കും. ശരി ശരി. ജാക്സൺ സുനി ഓക്കെ അല്ലേ? ആദ്യമായിട്ടല്ലേ ക്യാമറയ്ക്ക് തൊട്ട്? ഞാനാണ് ആദ്യമായിട്ട് ക്യാമറ ആണ്. നമ്മൾ ഇത് കഴിഞ്ഞ് സിനിമയിലേക്ക് എടുത്താലോ? ഇതൊക്കെ കണ്ടിട്ടല്ലേ? നമുക്ക് തുടങ്ങാം. ഫ്രെയിമല്ലേ ഓക്കെ ആണോ? അപ്പം ഓക്കെ, റെഡി, ആക്ഷൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് ഹാൻഡ് ഷാജിയുടെ സെക്കൻഡ് ഹാൻഡ് TVയുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം എന്റെ സെക്കൻഡ് ഹാൻഡ് ബ്രാൻഡ് ഷോ, അല്ലെങ്കിൽ ഈ ഷോ നമ്മൾ നിരന്തരം നിങ്ങൾ കാണുന്നതാണ്. അപ്പം ഈ ഷോയിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 2 വ്യക്തികളാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു, രാഹുൽ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ല, പരിചയപ്പെടാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. രാഹുലിന്റെ കാര്യങ്ങളൊക്കെ അറിയാല്ലേ, എല്ലാം നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ രാഹുലിന്റെ സഹധർമ്മിണിയെ നമുക്ക് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ അനിത നമ്മളോടൊപ്പം ഉണ്ട്. അനിത പറയും. ഹലോ നമസ്കാരം, ഞാൻ അനിത. എന്തായാലും വളരെ സന്തോഷമാണ്. ഇന്ന് നമ്മൾ ഒത്തിരി പ്രോഡക്ട്സുകളായിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്, അല്ലേ രാഹുൽ? തീർച്ചയായിട്ടും അനിത, നമ്മളിന്ന് വിൽക്കാൻ പോകുന്നത് നമ്മൾ നിത്യമായിട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടുന്ന ഒരു സാധനമാണ്. കാരണം ഇത് എല്ലാവരുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ്, ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. തീർച്ചയായും നമ്മൾ അത്യന്താപേക്ഷിതമായ പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ. തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റിന്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരിത് യൂസ് ചെയ്തെങ്കിൽ പോലും അതിന്റെ നേരെ പകുതിയുടെ താഴെയുള്ള വിലയിട്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെയധികം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത്, രാഹുൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ഗൃഹനാഥൻ എന്ന നിലയിൽ ഞാൻ പറയുന്നതിനേക്കാളും ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടത് ഗൃഹനാഥയായ അനിതയാണ്, അല്ലേ അനിത? തീർച്ചയായും. രാഹുൽ, ഓഫ് കോഴ്സ്. തീർച്ചയായും ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രീമായിട്ട് ഒരു സ്ട്രീമായിട്ട് കേക്ക് കഴിക്കണമെങ്കിൽ, സ്ട്രീമായിട്ട് ഒരു പുട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പുട്ടുകുറ്റി നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഈ പുട്ടുകുറ്റി കൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളാണ് ഉള്ളത്, അല്ലേ രാഹുൽ? തീർച്ചയായിട്ടും വളരെയധികം നമുക്ക് ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ്, ഒരു പ്രോഡക്റ്റ് ആണ് ഈ പുട്ടുകുറ്റി എന്ന് പറയുന്നത്. ഈ പുട്ടുകുറ്റി എല്ലാ വീടുകളിലും ഉണ്ടാവും, പക്ഷെ മറ്റുള്ള പുട്ടുകുറ്റിയിൽ പോലെ അല്ല. ഈ പുട്ടുകുറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെനിക്ക് സ്ത്രീധനം കിട്ടിയ പുട്ടുകുറ്റിയാണ്. തീർച്ചയായും എന്നെ കല്യാണം കഴിച്ചതോടൊപ്പം തന്നെ രാഹുലിന് സ്ത്രീധനമായിട്ട് കൊടുത്ത ഒരു ഏറ്റവും വലിയ ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു സംഭവമാണ് ഈ പുട്ടുകുറ്റി. ഒരു കാര്യം കൂടെ പറയാം, സ്ത്രീധനമായിട്ട് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് കൂടി ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്. ഇവിടെ സംസാരിക്കേണ്ട രാഹുൽ, അല്ലേ രാഹുൽ? പിന്നെ മാത്രമല്ല, ഈ പുട്ടുകുറ്റിക്ക് മറ്റൊരു സവിശേഷതകൾ കൂടെ ഉണ്ട്. നമ്മൾ ഈ പുട്ടുകുറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ മാവ് വാരിയിടുമ്പോൾ ചില്ലിട്ടില്ലെങ്കിൽ അവിടുത്തെ കാര്യം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഗതി വരും. അതുകൊണ്ട് ഉപ്പുമാവിലേക്ക് കടക്കാനും നമുക്ക് പറ്റുന്ന രീതിയിലാണ് ഈ പുട്ടുകുറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു പുട്ടുകുറ്റി ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതെ ഇരുന്നപ്പോൾ ഈ പുട്ടുകുറ്റി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുട്ടികൾ വരെ ഉണ്ടായത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി നക്ഷത്രമാണത്. ലക്ഷ്മി നക്ഷത്രമല്ല, സോറി, ഭാഗ്യ നക്ഷത്രമായിട്ടാണ് ഈ പുട്ടുകുറ്റി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഉപയോഗിച്ച ഈ സാധനം നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. രാഹുൽ, വേറൊരു കാര്യം കൂടെ, ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ഉന്നം വെച്ച് എവിടെയാ ലക്ഷ്യമാക്കി എറിയുന്നുവോ അവിടെ കൃത്യമായിട്ട് പോയി
രണ്ടുപേരും സംസാരിക്കണം. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെ ഫലപ്രദപ്പെടും എന്നുള്ള കാര്യം വളരെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആവി കൊള്ളാനും അതുപോലെ തന്നെ ആവി പിടിക്കാനും ഒക്കെ ഉള്ള വളരെ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗ്യനക്ഷത്ര പുട്ടുകുറ്റിയാണ് ഇതില്. ഈ പുട്ടുകുറ്റിയുടെ വില നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാവുന്നതാണ്. അതെ, തീർച്ചയായും ഇതിന്റെ വില എന്ന് പറയുന്നത് 900 പോകേണ്ട കാര്യമില്ല. ഇതിന്റെ വെറും വില എന്ന് പറയുന്നത് 99 രൂപ മാത്രം. അത്ഭുതമെന്ന് നോക്കിക്കേ, വെറും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പുട്ടുകുറ്റി വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു കോള് കണക്റ്റഡ് ആവുന്നുണ്ട്. ആ കായംകുളത്ത് നിന്നും സിന്ധു വിളിച്ചിരിക്കുകയാണ്. ഈ പുട്ടുകുറ്റി ഓർഡർ ആയിരിക്കുകയാണ്. സിന്ധുവിന് വേണ്ടി ഓർഡർ കായംകുളത്തുള്ള സിന്ധുവിന് എല്ലാവരും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ആ സിന്ധുവിന്റെ ഭർത്താവിനോട് ഒരു കാര്യം സൂക്ഷിച്ചോളൂ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഈ പുട്ടുകുറ്റി വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് അനിത പറഞ്ഞിരിക്കുന്നത്. രാഹുലും പറഞ്ഞിട്ടുണ്ട്, കൃത്യം കൊണ്ടവനല്ലേ അറിയാവൂ. അപ്പൊ ഈ പുട്ടുകുറ്റി നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം അടുത്ത പ്രോജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. ഇനി ദേവിയത് ആവശ്യപ്പെടുന്നത് ഇനി ഞങ്ങൾ പരിചയപ്പെടുന്ന മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മളിപ്പോ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെ പോയാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രത്യേകതര സാധനമാണിത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പരിചയപ്പെടേണ്ട കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പക്ഷേ പ്രത്യേകിച്ച് കുട്ടികളെ പൊതിഞ്ഞു വെക്കാൻ, മുതിർന്നവരെ പൊതിഞ്ഞു വെക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. എന്താണ് അനിതായത്? ഈ കമ്പിളിപ്പുതുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മധുവിധി കാലത്ത് ഞങ്ങളോടൊപ്പം ഞങ്ങളെ ചേർന്ന് നിന്ന് ഞങ്ങൾ നെഞ്ചോട് ചേർന്ന് കിടന്ന ഒരു കമ്പിളിപ്പുതുപ്പാണ്. അല്ലേ ഷിജു? ഞാനോ? അല്ല രാഹുൽ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട്. ഞങ്ങളെക്കാൾ ഉപരി ഈ കമ്പിളിപ്പുതപ്പിന് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞങ്ങളോട് ചേർന്ന് നിന്ന ഈ കമ്പിളിപ്പുതപ്പ് ഒരു പക്ഷേ നിങ്ങൾക്കും പുതിയ പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ, ഇത് രണ്ടും ഇത് നോക്കൂ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹോള് തന്നെയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ഹോള് നമ്മൾ ഈ കമ്പിളിപ്പുറപ്പിൽ ഇട്ടേക്കുന്നത്? ഇത് നമ്മൾ വെളിയിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഈ കമ്പിളിപ്പുറപ്പിനെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടുള്ള രോഗികൾക്ക് ഇത് വളരെ നല്ല രീതിയിൽ ഫലപ്രദപ്പെടും എന്നുള്ളതാണ് മറ്റൊരു സത്യം. മാത്രമല്ല ഇത് ഡാഡി ഗിരിജ ഉപയോഗിച്ചിട്ടുള്ളതാണിത്. മറ്റേ ഗിരിജ എന്ന പെണ്ണുമായിട്ട് പോയപ്പോഴത്തെ കമ്പിളിപ്പുറപ്പിനായിട്ട് പിടിച്ചോണ്ടല്ലേ വന്നത്. അതൊന്നും ഇവിടെ പറയല്ലേ. മാത്രമല്ല ഈ പുറപ്പ് വെച്ച് നമ്മൾ പുറച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രയോജനങ്ങളുണ്ട്. കാരണം ഈ പുറപ്പ് ഇങ്ങനെ തലയിൽ കൂടെ പുറയ്ക്കുമ്പോഴത്തേക്ക് കടക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സാധ്യത ഈ പുറപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അനുഭവത്തിന് 4 പ്രാവശ്യം ഇത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. രാഹുൽ പറഞ്ഞ കറക്റ്റ് ആണ്. ഇത്രയും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു വേറൊരു കമ്പിളിപ്പുതപ്പ് ഇവിടെ ഇല്ല. തീർച്ചയായും പട്ടുനൂൽ പുഴുവിനോട് പോലും അനുവാദം വാങ്ങാതെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് അടർത്തിയെടുത്ത പട്ടുനൂൽ പുഴു കൊണ്ടുണ്ടാക്കിയതാണ്, നൂല് കൊണ്ടുണ്ടാക്കിയതാണ് ഈ കമ്പിളിപ്പുതപ്പ്. അതെ, നമുക്കിപ്പോ തണുപ്പ് മാസങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ശ്വാസം മുട്ടുള്ള രോഗികൾക്ക് പറ്റും. അതുപോലെ തന്നെ ശ്വാസം മുട്ടുള്ള രോഗികൾ ഇത് പുറച്ച് കിടക്കുമ്പോൾ അഥവാ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പുറപ്പിൽ തന്നെ പുറച്ച് നേരെ കുഴിയിലോട്ട് എടുത്ത് വെക്കാനും സാധിക്കും. ഈ കമ്പിളിപ്പുതപ്പിന്റെ വില എന്ന് പറയുന്നത് വെറും തുച്ഛമായ 900 അല്ല, വെറും 99 രൂപ മാത്രം. നോക്കൂ, ഇന്ന് നമ്മൾ എത്ര അത്ഭുതമായിരിക്കുന്നു. കാരണം ഇന്നൊരു പുറപ്പ് മേടിക്കണമെങ്കിൽ കുറഞ്ഞത് 4000-5000 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് വെറും 99 രൂപയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കോളുകൾ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്തോളൂ. ചേർത്തലയിൽ നിന്നും ഒരു കോൾ എത്തിയിട്ടുണ്ട്. ചേർത്തലയിൽ നിന്നും സുധാകരനാണ്. സുധാകരേട്ടാ, ഓക്കെ. അപ്പൊ ഞങ്ങൾ സുധാകരന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സാധനങ്ങൾ പടപട വിറ്റ് കഴിഞ്ഞ് പോവുകയാണ്. വളരെ സന്തോഷം സുധാകരൻ. അപ്പൊ ഇത് ഓർഡർ ആയിരിക്കാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ സമയം കളയരുത്. നിങ്ങൾ ഒരേ പ്രോജക്റ്റ് പരിചയപ്പെടുത്തുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളിത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ, ഞങ്ങൾ മനസ്സിലാക്കിയ, ഞങ്ങൾ കണ്ടെത്തിയ, ഞങ്ങൾ അനുഭവിച്ച സുഖവും സന്തോഷവും എന്താണെന്ന് നിങ്ങൾ കൂടി പരിചയപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ഓരോന്നും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അത്ഭുതകരമായ ഒരു സാധനമാണ്. കാരണം പുരാതനമായിട്ടുള്ള വീടുകളിൽ നിന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക വീടുകളിലും ഉണ്ടാവും. പക്ഷേ ഫ്ലാറ്റിൽ പലപ്പോഴും കാണാറില്ല. എങ്കിലും നമ്മൾ പുതിയ ഉപകരണങ്ങൾ തേടി പോകുമ്പോഴും ഈ പഴയ ഉപകരണം, ഈ പുതുമയുള്ള ഉപകരണം, മറക്കാനാവാത്ത നൊസ്റ്റാൾജിക് ആയ ഒരു ഉപകരണം പരിചയപ്പെടുത്താൻ എന്താണത്? രാഹുൽ, ഈ ഒലക്ക കൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളാണ് ഉള്ളത്. ഒലക്ക കൊണ്ട് നമ്മുടെ പഴയ കാലത്ത് ഒലക്ക കൊണ്ടാണ് നമുക്ക് അരി പൊടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, പറയൂ രാഹുൽ, ഇതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് കൂടുതൽ പറയൂ. അല്ല, എനിക്കിത് പറയാനുള്ളത്, ഈ ഒലക്ക കണ്ടപ്പോ നമ്മൾ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം. ആ ഒലക്ക ഏത് ഒലക്കയാണ്? ഈ ഒലക്കയാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിച്ചുള്ളത്. ഈ ഒലക്കയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഞങ്ങള് സിനിമാ താരത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഇതാണ്. തീർച്ചയായും ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് അറിയാവോ? നമ്മുടെ
ഉലകനായകനല്ല ഉലകനായകൻ. ഉലകനായകൻ. മാത്രമല്ല ഈ ഉലക്കയുടെ അതിന്റെ ഒരു രീതി ഉപയോഗിക്കേണ്ട രീതി അനുഭവസ്ഥ എന്നുള്ള രീതിയിൽ അനിത നമുക്ക് കാണിച്ചു തരും. അനിത ഒന്ന് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വലത് കൈ എടുത്തു വെച്ചു എങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്ക് കാണിച്ചു തന്നാൽ അത് വലിയ ഉപകാരമായിരിക്കും. സിമ്പിളാണ് ഇങ്ങനെ 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 കണ്ടോ? ഇത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. നമ്മുടെ രണ്ട് കൈക്കും എക്സസൈസ് ഉണ്ടാവും. കൂടാതെ നമ്മുടെ ആരി പൊടിച്ചു കിട്ടുകയും ചെയ്യും, മാവാകുകയും ചെയ്യും. ഇത് തന്നെയാണ് ഈ ഒരു ഓലക്കയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും എക്സാക്ട്ലി. നമ്മൾ പ്രഭാത സവാരി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ നമ്മൾ മറന്നു പോയാൽ നമ്മുടെ ശരീരത്തിന് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിപ്പോ വീട്ടിലിപ്പോ നെല്ല് കുത്താൻ ഉപയോഗിച്ചില്ലെങ്കിലും ശരീരം പുഷ്ടിപ്പെടുത്താനായിട്ട് ഇത് ഉപയോഗിക്കാന്നുള്ളത്. അതെ, നമ്മൾ ജിമ്മിൽ പോയി എത്രയും പൈസ കളയുന്നു. ആ സമയത്ത് നമ്മൾ ഈ ഒലക്ക മേടിച്ചു കഴിഞ്ഞാൽ കുറെ അരിയൊക്കെ എടുത്ത് ശരീരം നന്നാവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അരി പൊടിച്ച് കിട്ടുകയും ചെയ്യുന്നുള്ള ഈ ഒലക്കയുടെ വില എന്ന് പറയുന്നത് 900 ഒന്നും പോകേണ്ട കാര്യമില്ല, വെറും 980 രൂപ മാത്രം. നോക്കണേ, എല്ലാം വെറും 99 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ലാഭമാണ് ഈ ഒരു ബിസിനസ് എന്ന് ഞാൻ കരുതുന്നു, അല്ലേ? തീർച്ചയായിട്ടും ജനോപകാരപ്രദമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ സ്നേഹിച്ച, ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഓരോരുത്തരായി സമ്മാനിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ചേർത്തലയിൽ നിന്ന് സുബേഷാണ് വിളിച്ചേക്കുന്നത്. ഈ ഒലക്ക ചേർത്തലയിൽ നിന്ന് സുബേഷിന് ഈ ഒലക്ക ബുക്കായിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇനിയും ഒരുപാട് ഞങ്ങൾ പരിചയപ്പെടുത്താനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പ്രോജക്റ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഏറെ സ്നേഹിച്ച, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്ന ചില പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമായിട്ട് വന്ന പ്രിയപ്പെട്ട സെക്കൻഡ് ഹാൻഡ് സ്റ്റേഷനുള്ള നന്ദി അറിയിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഈ സെക്കൻഡ് ഹാൻഡ് ഷാജി നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് ഒരു ചെറിയ ലാഭത്തിന് അല്ലെങ്കിൽ തുച്ഛമായ ഒരു വരുമാനത്തിലൂടെ എന്റെ ചാനലിലൂടെ വിറ്റഴിക്കപ്പെടും എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും അടുത്ത മറ്റൊരു എപ്പിസോഡുമായി കാണാം. അതുവരെ വണക്കം. ഓക്കെ, ബൈ. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇത് അറിഞ്ഞൂടാന്ന് ആരാ പറഞ്ഞത്? രണ്ടുപേരും കണ്ടങ്ങ് പഠിച്ചില്ലേ? എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഈ കച്ചവടം നടത്തിയത്. നിന്നെ സമ്മതിക്കണം കേട്ടാ. 3 പ്രോഡക്റ്റ് ഓരോ സാധനങ്ങൾ വിൽക്കാൻ ഓരോരുത്തരുടെ പെടുന്ന പാടേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ നമുക്കൊരു എപ്പിസോഡ് വിടാം. നമുക്ക് നിങ്ങളെ വേറെ വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെ, ഇനി സാധനങ്ങളെല്ലാം കയറ്റി വിട്ടാ. ഞാൻ വെള്ളം കുടിച്ചു. അപ്പൊ ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ വന്ന് വിറ്റ് തരുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരു സാധനം വെക്കാനുണ്ടടാ. എനിക്കൊരു സാധനം വെക്കാനുണ്ട്, പക്ഷെ ചേട്ടൻ അറിഞ്ഞ സമ്മതിക്കില്ല. ചേട്ടൻ അറിയാൻ സമ്മതിക്കില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം. ഫ്രഷ് ആണോ സെക്കൻഡ് ഹാൻഡ്? നീ എല്ലാ സാധനങ്ങളും വെക്കുന്നതല്ലേ, ഇതൊരു സെക്കൻഡ് ഹാൻഡാടാ. എനിക്കൊരു പ്രയോജനം ഇല്ലാത്തൊരു സാധനം. സെക്കൻഡ് ഹാൻഡ് അല്ലേ? സെക്കൻഡ് ഹാൻഡ് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ വിറ്റ് തരാം. എന്താ ഇപ്പൊ വിൽക്കേണ്ടത് പറ. എന്റെ അമ്മായി അമ്മയെ ഒന്ന് വിറ്റ് തരുമോ? എന്റെ അനിത ചേച്ചി, നിങ്ങൾ ആള് കൊള്ളാം.